ന്യൂസിലാൻഡിനെതിരെ ജനുവരി 21 മുതൽ ആരംഭിക്കാനിരിക്കുന്ന 5 മത്സര T20 പരമ്പരയിലെ ആദ്യ 3 മത്സരത്തിൽ നിന്നും തിലക് വർമ്മയെ BCCI ഒഴിവാക്കിയിട്ടുണ്ട്. പരിക്കിനെ തുടർന്ന് ശസ്ത്രക്രിയയ്ക്ക് വിധേയനായതിനെ തുടർന്നാണിത്. പരമ്പരയിലെ അവസാന 2 മത്സരങ്ങളിൽ തിലകിന് കളിക്കാനാവുമോ എന്ന കാര്യം ഉറപ്പായിട്ടില്ല. അദ്ദേഹത്തിൻ്റെ പകരക്കാരനെ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടുമില്ല. 3-ാം നമ്പറിൽ ഇഷാൻ കിഷനെ പോലെ മികച്ച താരങ്ങൾ ടീമിലുള്ളതിനാൽ തന്നെ തിലകിന് പകരം ആരെയെങ്കിലും ടീമിലെടുക്കുമോ എന്ന കാര്യം ഉറപ്പില്ല. ഇതിനിടെ തിലകിന് പകരം വയ്ക്കാവുന്ന മികച്ചൊരു ഓപ്ഷനെ ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ് മുൻ ഇന്ത്യൻ താരവും പ്രശസ്ത കമന്റേറ്ററുമായ ആകാശ് ചോപ്ര. മുഴുവൻ വാർത്തയിലേക്ക് പോകും മുമ്പ് കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾ അറിയാനായി 360 ക്രിക്കറ്റ് എന്ന ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. തിലക് വർമ്മയുടെ പകരക്കാരനായി പല പേരുകളും കേൾക്കുന്നുണ്ട്. എന്നാൽ സ്റ്റാർ മധ്യനിര ബാറ്റർ ശ്രേയസ് അയ്യരാണ് ഈ റോളിൽ ബെസ്റ്റ് എന്നാണ് ആകാശ് ചോപ്രയുടെ അഭിപ്രായം. ഇതിന്റെ കാരണവും അദ്ദേഹം വിശദീകരിച്ചു. ന്യൂസിലാൻഡുമായുള്ള T20 പരമ്പരയിൽ തിലക് കളിച്ചേക്കില്ല. 2020 ലോകകപ്പിലും തിലക് കളിക്കാൻ ചാൻസ് ഇല്ല. എന്തെങ്കിലും ചെയ്യേണ്ടി വരുമെന്നുറപ്പാണ്. ഒരു താരത്തെ പകരം എത്തിച്ചേ പറ്റൂ. അതൊരിക്കലും ശുഭ്മാൻ ഗിൽ ആവരുത്. കൂടാതെ ജയ്സ്വാളും ആവാൻ പാടില്ല. കാരണം നിങ്ങൾക്ക് ഇപ്പോൾ ആവശ്യം ഒരു ഓപ്പണർ ബാറ്ററെയല്ല. തിലക് വർമ്മ മധ്യനിരയിലെ താരമാണ്. അതുകൊണ്ട് തന്നെ 3-4 നമ്പറുകളിൽ ബാറ്റ് ചെയ്യാൻ സാധിക്കുന്നയാളാണ് ടീമിന് ഇപ്പോൾ വേണ്ടത്. ടീമിലേക്ക് ഓപ്പണർമാരെ ആവശ്യമില്ലാത്തതിനാൽ തന്നെ ശുഭ്മാൻ ഗില്ലും ജയ്സ്വാളും ഒന്നും ഈ ചർച്ചയുടെ ഭാഗമാവില്ല. ഇതിനകം തന്നെ വളരെ നന്നായി കളിച്ചുകൊണ്ടിരിക്കുന്നയാളാണ് ശ്രേയസ് അയ്യർ. വിജയ് ഹസാരെ ട്രോഫിയിലടക്കം മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്നു. കഴിഞ്ഞ ഏഷ്യ കപ്പിലുള്ള ടീമിൽ നിന്നും ശ്രേയസ് തഴയപ്പെട്ടപ്പോൾ നിരവധി വിമർശനങ്ങൾ ടീം മാനേജ്മെന്റ് ഏറ്റുവാങ്ങിയിരുന്നു. ഇപ്പോൾ T20 ടീമിൽ വീണ്ടും ഒരു മധ്യനിര ബാറ്ററുടെ ഒഴിവ് വന്നിരിക്കുകയാണ്. വളരെയധികം അനുഭവ സമ്പത്തുള്ള കഴിഞ്ഞ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ മിന്നും പ്രകടനം കാഴ്ചവെച്ച ശ്രേയസ്, അദ്ദേഹം തിലകിന്റെ റോളിലേക്ക് ഏറ്റവും മികച്ച ഓപ്ഷനാണെന്ന് നിസ്സംശയം പറയാം. 2020 ലോകകപ്പ് പോലെ ഒരു വലിയ ടൂർണമെന്റിൽ സമ്മർദ്ദം നിറഞ്ഞ ഒരു ഘട്ടത്തിൽ മികച്ച രീതിയിൽ ബാറ്റ് വീശാൻ ശ്രേയസിനെ കൊണ്ട് പറ്റും.